السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്ത് മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുകയാണ്, ഇതിലെ 24-ാമത്തെ ആയത്തിൽ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂൻ, അവർ ഉറ്റാലോചിക്കുന്നില്ലേ, ആലോചിച്ചു പഠിക്കുന്നില്ലേ, അൽ ഖുർആന, ഖുർആൻ, അം അതല്ല, അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അലാ ഖുലൂബിൻ ഹൃദയങ്ങളിൽ മേലുണ്ടോ, അഖ്ഫാലുഹ അതിൻ്റെ പൂട്ടുകൾ, അത് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല ആമിറൻ ബിതദബ്ബുരിൽ ഖുർആനി വതഫഹുമിഹി വനാഹിയൻ അനിൽ ഇഅറാദ് അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആൻ ഉറ്റാലോചിക്കാൻ, അത് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് പഠിക്കാൻ കൽപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. അതുപോലെ അത് മനസ്സിലാക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. വനാഹിയൻ അനിൽ ഇഅറാദ് അൻഹു, ആ ഖുർആനിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയുക, ഖുർആനിനെ അവഗണിക്കുക എന്നത് അള്ളാഹു ഈ ആയത്തിലൂടെ വിലക്കുന്നു. നോക്കൂ, എത്ര നാം ചിന്തിക്കേണ്ട, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആയത്താണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ഹൃദയങ്ങളിൽ പൂട്ടിട്ട് വച്ചിരിക്കുകയാണോ, അവ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ, ഈ ഖുർആൻ എങ്ങാനും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ, ഒരിടത്ത് പറഞ്ഞതിനെതിരായി മറ്റൊരു സ്ഥലത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞേനെ. എന്നാൽ അങ്ങനെ കാണാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമാണുള്ളത്. പക്ഷെ അർത്ഥമറിയാതെ പാരായണം ചെയ്യുക എന്നത് അതല്ല യഥാർത്ഥത്തിൽ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതുകൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം. അതിന്റെ ലക്ഷ്യം ഖുർആൻ മനസ്സിലാക്കുക എന്നതാണ്. അർത്ഥമറിഞ്ഞില്ലെങ്കിലും പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, അതിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞത് കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു കദാ വകദാ ഹസന. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം, ഒരു ഹർഫ് ഓതിയാൽ ഫലഹു കദാ വകദാ ഹസന, അവന് ഇന്ന പ്രതിഫലം ഉണ്ടായിരിക്കും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, നന്മ ഓരോന്നും അതിന്റെ 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് ഒരൊറ്റ അക്ഷരമാണ് എന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അത് അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുന്നതും എന്നാലാണ് അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ സാധിക്കുക. അതല്ലാതെ പാരായണം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖുർആന്റെ ഫഹം, അത് മനസ്സിലാക്കാൻ കഴിയുക എന്നത് അത് നമുക്ക് നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. അതിലേക്ക് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഖുർആനിന്റെ അർത്ഥം, അത് വിവരിച്ചിട്ടുള്ള പരിഭാഷകൾ, വിശദീകരിക്കപ്പെട്ടിട്ടുള്ള തഫ്സീർ ഗ്രന്ഥങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ, ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയോട് ചേർന്ന് നിൽക്കുന്ന തഫ്സീറുകൾ, അതെല്ലാം. എന്നാൽ അതുപോലെ തന്നെ ഖുർആൻ വിശദീകരിക്കപ്പെടുന്ന മജ്ലിസുകൾ, അതെല്ലാം. പക്ഷേ ഖുർആൻ
പരിഭാഷയില്ലാതെ ഒരു മുസ്ഹഫ് കയ്യിലെടുത്താൽ പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ അർത്ഥം മനസ്സിലാകുന്ന രൂപത്തിൽ ഓതാൻ കഴിയുന്ന അവസ്ഥയിൽ ഒരാൾ എത്തിയാൽ അതിൽ വലിയ ഖൈറാണുള്ളത്. ഇമാം പാരായണം ചെയ്യുമ്പോൾ ആ ഓത്ത് കേട്ടുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും ഒരാൾ ഈ ഭാഷയും പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയും അള്ളാഹുവിന്റെ ശൈലിയും പഠിച്ചാൽ അത് വലിയ മാറ്റമാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അത് ആലോചിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ കേൾക്കുകയും ചെയ്യുക എന്നത് അതിന്റെ ഫലങ്ങൾ വളരെ വലുതാണ്. കാരണം ഇത് മുബാറക്കായ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സംസാരമാണ്. മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ ഖുർആൻ നീ ഓതാൻ ആരംഭിച്ചാൽ മത അഖ്തിമു സൂറ, എപ്പോഴാണ് ഈ സൂറത്ത് ഞാൻ അവസാനിപ്പിക്കുക, സൂറത്തിന്റെ ഒടുവിൽ ഞാൻ എപ്പോഴാണ് എത്തുക എന്നതായിരിക്കരുത് നിന്റെ ചിന്ത. മറിച്ച് മത അതബിർ, എപ്പോഴാണ് ഞാൻ ഈ ഖുർആനിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക, അള്ളാഹുവിന്റെ കൽപ്പന മനസ്സിലാക്കുക, റബ്ബ് എന്താണ് എന്നോട് അഭിസംബോധന ചെയ്തു പറഞ്ഞത് എന്ന് ഗ്രഹിക്കുക, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിലക്കിയത് ഒഴിവാക്കുക എന്ന അവസ്ഥയിൽ ഞാൻ എപ്പോഴാണ് എത്തുക, അള്ളാഹു പറഞ്ഞ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും എല്ലാം എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക എന്നതായിരിക്കണം ഖുർആൻ ഓതുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതിന്റെ മാറ്റം ധാരാളം ഓതിയ, ഒരുപാട് ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഓതിയ ആളെക്കാൾ ഇങ്ങനെ ഖുർആൻ ആലോചിച്ചുകൊണ്ട് അത്രയൊന്നും ഓതിയിട്ടില്ലെങ്കിലും അയാൾക്ക് അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സംശയമില്ല, ഖുർആൻ അതിന്റെ അക്ഷരങ്ങളിൽ തെറ്റൊന്നും വരാതെ വേഗത്തിൽ ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല, മറിച്ച് പ്രതിഫലമുണ്ട്. ഖുർആൻ ഓതി അതിന്റെ പ്രതിഫലമുണ്ട്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠം ഖുർആനിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ്. അപ്പോൾ ഹൃദയത്തിൽ അതിന്റെ മാറ്റമുണ്ടാകും. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും ഇതിലുണ്ട്, ഖുർആനിലുണ്ട്, ലദിക്റ, ഓർമ്മപ്പെടുത്തലുണ്ട്, ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്കാണ് ഉത്ബോധനമുള്ളത്? ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്കാണോ ഒരു ഹൃദയമുള്ളത്. ഹൃദയമുള്ളവൻ ആരാണോ, ഗ്രഹിക്കുന്ന ഹൃദയമുള്ളവൻ ആരാണോ അവന്. ഔ അൽഖ അസ്സമഅ, പോരാ, അതുമാത്രം പോരാ, കാതു കൊടുത്തിട്ടുള്ളവൻ, അവന്റെ ശ്രദ്ധ ഇതിലാണ്. വഹുവ ഷഹീദ്, അവനിവിടെ സാക്ഷിയാണ്, അവനിവിടെ ഹാജരായുണ്ട്. അല്ലാതെ അവന്റെ ശരീരം മാത്രം എവിടെയും ചിന്ത എവിടെയോ ഉള്ള അങ്ങനെയുള്ള അവസ്ഥയിലല്ല, മറിച്ച് ഹൃദയമുള്ള, ഗ്രഹിക്കുന്ന ഹൃദയമുള്ള, കാതുകൊടുത്തിട്ടുള്ള, ശ്രദ്ധയുള്ള ഏതൊരുവനും ഈ ഖുർആനിൽ ദിക്റ, ഉത്ബോധനമുണ്ട്, ഓർമ്മപ്പെടുത്തലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിനെ കുറിച്ച് പറഞ്ഞത് കാണാം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. സൂറത്തു സാദിൽ അല്ലാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക, ഓ നബിയെ നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കിതാബാണിത്. മുബാറകുൻ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് മുബാറകുൻ, ഇത് ധാരാളം നന്മകൾ നിറഞ്ഞ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ, വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ. ഈ ഖുർആനിൽ സന്മാർഗം വിവരിക്കപ്പെട്ടതുപോലെ അതിന്റെ വ്യത്യസ്ത ഇനങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ചരിത്രം പറഞ്ഞുകൊണ്ട്, ഏറ്റവും നല്ല സൂചനകൾ നൽകിക്കൊണ്ട്, ഏറ്റവും നല്ല രൂപത്തിൽ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഖുർആൻ പോലെയുള്ള മറ്റൊരു ഗ്രന്ഥമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല, അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. അറിവന്വേഷിക്കുന്നവർ ഖുർആൻ എത്ര പഠിച്ചാലും അവരുടെ വയറ് നിറയുകയില്ല. അതുകൊണ്ടാണ് തഫ്സീറുകൾ, ഖുർആനിന്റെ തഫ്സീറുകൾ നോക്കൂ, അത്ഭുതകരമാണ്. അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ കാലാകാലങ്ങളിൽ ഖുർആനിൽ എഴുതിയിട്ടുള്ള തഫ്സീറുകൾ, വളരെ മുൻഗാമികൾ എഴുതിയ തഫ്സീറുകളുണ്ട്. ഇമാം തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള വലിയ വളരെ പഴക്കം ചെന്ന പണ്ഡിതന്മാർ എഴുതിയ തഫ്സീറുകളുണ്ട്. അതുപോലെ പിന്നെ അതിനുശേഷം അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ എഴുതിയ തഫ്സീറുകളുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്
അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതിയവർ. ആധുനിക കാലത്ത് അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള തഫ്സീറുകളുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ ലോകത്ത് ഏറെ പ്രസിദ്ധനായ ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ ദർസുകൾ ക്രോഡീകരിക്കപ്പെട്ട് തഫ്സീറുകളായി ഗ്രന്ഥങ്ങളായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അവർ രചിച്ചിട്ടുള്ള തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം അവർ ഓരോരുത്തരും ഒരാൾ പറയാത്ത ഫായിദ, ഒരാൾ പറയാത്ത ഗുണപാഠം, ഒരാൾ മുമ്പ് അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഗുണപാഠങ്ങൾ, അത്ഭുതങ്ങൾ വിവരിച്ചു തന്നത് കാണാം. അതൊന്നും യഥാർത്ഥ വ്യാഖ്യാനത്തിനെതിരായ ഒരു വ്യാഖ്യാനമല്ല, മറിച്ച് ഇസ്ലാമിന്റെ ഖായിദകളോട്, ഇസ്ലാമിന്റെ ഉസൂലുകളോട് യോജിക്കുന്ന വിശദീകരണം തന്നെ. പക്ഷെ നമുക്ക് അത്ഭുതം തോന്നും. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ കാര്യം. ലോകത്ത് എത്ര മനുഷ്യർ അവർ ഭൗതിക വിജ്ഞാനത്തിന്റെ ഉന്നതിയിലെത്തിയാലും ഖുർആനിൽ ആ യഥാർത്ഥ വിജ്ഞാനത്തിനെതിരായതൊന്നും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും അള്ളാഹുവിന്റെ ഖുർആനിനെ വെല്ലുവിളിച്ചവരും അതിനെ പരിഹസിച്ചവരും ഒക്കെ ഇളിഭ്യരും അപമാനിതരുമായി തോറ്റോടുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണിത്. എന്നാൽ അതല്ലാതെ ജനങ്ങൾക്ക് അവർ വേദഗ്രന്ഥമെന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളുടെ സ്ഥിതി നോക്കൂ. അതിൽ പലതും ആദ്യം രചിക്കപ്പെട്ട ഭാഷ തന്നെ ഇന്ന് നിലവിലില്ല. അതിൽ പലതും ആദ്യം ഏതു ഭാഷയിലാണോ എഴുതപ്പെട്ടത് ആ ഭാഷ തന്നെ ഭൂലോകത്ത് കാണാനില്ല. അത് സംസാരിക്കുന്നവരില്ല, അത് അറിയുന്നവരില്ല. അതുപോലെ തന്നെ എത്ര ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടാണ് കയ്യിലെത്തിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. പലരുടെയും വിശദീകരണങ്ങളും അതുപോലെ വ്യാഖ്യാനങ്ങളും പിന്നീട് അസ്ലി കിതാബിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. പഴയ കിതാബുകളുടെ സ്ഥിതി അതാണ്. തൗറാത്തിനും ഇഞ്ചീലിലും പലരും എഴുതിയ വിശദീകരണങ്ങൾ, അവരെഴുതിയ വ്യാഖ്യാനങ്ങൾ, അത് പിന്നീട് എന്തായി, മൂലകൃതിയിൽ തന്നെ കൂടിച്ചേർന്നു. ഇതിൽ പിന്നെ വ്യാഖ്യാനം ഏത്, ആളുകൾ അതിന് നൽകിയ വിശദീകരണം ഏത്, അസ്ലി കിതാബ് ഏത്, മൂലകൃതി ഏത് എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിത്തീർന്നിട്ടുണ്ട്. ധാരാളം അബദ്ധങ്ങൾ, അതുപോലെ സന്മാർഗത്തിന് വിരുദ്ധമായ, ന്യായത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കിതാബുകളിൽ കാണാം. എന്നാൽ അള്ളാഹുവിന്റെ കിതാബ് നോക്കൂ, സുബ്ഹാനല്ലാഹ്, അതിന്റെ ഭാഷ ഏറ്റവും ജീവസുറ്റ ഭാഷയാണ്. കോടാനുകോടി മനുഷ്യർ അതിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭാഷ അറിയാം. എങ്ങനെയാണ് ലോക സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹു മനുഷ്യർക്കെതിരിൽ അവതരിപ്പിച്ചിട്ടുള്ള തെളിവ്? ഇതവൻ അവതരിപ്പിച്ച തെളിവാണ്, ന്യായമാണ്, അവന്റെ ന്യായമാണ്. അത് വന്നു കിട്ടിയാൽ പിന്നെ മനുഷ്യൻ അള്ളാഹുവെ കിട്ടിയില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. നിനക്ക് ഈ കിതാബ് നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനാണ്? ഇതുകൊണ്ട് നീ താക്കീത് നൽകാൻ. വമൻ ബലഗ്, ഈ കിതാബ് ആർക്കൊക്കെ എത്തിയിട്ടുണ്ടോ അവർക്കുമുള്ള താക്കീതാണിത്. എന്നാൽ ഒരു കിതാബിന്റെ യഥാർത്ഥ ഭാഷ തന്നെ ഭൂമിയിൽ നിലവിലില്ലെങ്കിൽ ആ കിതാബ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മനുഷ്യർക്കെതിരിലുള്ള ന്യായവും തെളിവുമായി തീരുക? ഒരിക്കലുമില്ല. എന്നാൽ ഈ ഖുർആൻ അങ്ങനെയല്ല. അതിന്റെ അത്ഭുതം സുബ്ഹാനല്ലാഹ് വലിയ അത്ഭുതമാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിച്ചാൽ അത് തീരുകയില്ല എന്ന് തോന്നും. മഹാന്മാരായ പണ്ഡിതന്മാർ, ഖുർആനിന് ധാരാളം സേവനങ്ങൾ നൽകിയിട്ടുള്ള പണ്ഡിതന്മാർ, അവർ ഒരവസാന കാലത്ത് പറഞ്ഞത് കാണാം, ഞാൻ എൻ്റെ മുഴുവൻ സമയവും, എൻ്റെ എല്ലാ സമയവും ഈ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനീയങ്ങളിൽ തന്നെ സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ നന്നായിരുന്നു എന്നവർ പറഞ്ഞത് കാണാം. കാരണം സകല വിജ്ഞാനവും ഈ ഗ്രന്ഥത്തിൽ ചുരുക്കി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്ന കിതാബുകളും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും, എത്രയോ കിതാബുകളും വിഷയങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അത് പലതായി പതിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കിതാബുകൾ ഏതാകട്ടെ, അതെല്ലാം യഥാർത്ഥത്തിൽ അതിന്റെ എല്ലാം വെളിച്ചം ഈ ഖുർആനിൽ നിന്നാണ്. വേറെ എവിടെ നിന്നാണ്? അള്ളാഹുവിന്റെ കലാമിൽ നിന്നാണ്. എത്രത്തോളം സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് എന്ന താബിഈ പറഞ്ഞത് കാണാം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഏത് ഹദീസ് കേട്ടാലും ആ അർത്ഥം അത് നൽകുന്ന
ആ കാര്യം സൂചിപ്പിക്കുന്ന ആയത്ത് ഞാൻ ഖുർആനിൽ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അത് സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ പഠിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന അതിനേക്കാൾ നന്നായി മനസ്സിലാക്കാൻ, നന്നായി അതിൽ നിന്ന് കാര്യം ഉൾക്കൊള്ളാൻ മുൻഗാമികൾക്ക് ഫഹമുണ്ടായിരുന്നു. അവരുടെ ബുദ്ധി അത്രയും മേന്മയുള്ള ബുദ്ധിയായിരുന്നു. ഇസ്ലാമിന്റെ മറ്റു തെളിവുകളെക്കുറിച്ച്, ഹദീസുകളെക്കുറിച്ചെല്ലാം നന്നായി പഠിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് അവർ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സഹോദരങ്ങളെ, ഈ ഖുർആൻ എല്ലാ വിജ്ഞാനങ്ങളും ചുരുക്കി വിവരിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഖുർആനാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നോക്കൂ, എത്രമാത്രം ദീനിന് സേവനം ചെയ്ത മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അറിയാത്ത ഏത് വിഷയം അദ്ദേഹം സംസാരിച്ചാലും അത് വായിക്കുന്ന കേൾക്കുന്ന ആളുകൾക്ക് തോന്നിപ്പോകും ഇദ്ദേഹം പ്രത്യേകമായി ഈ വിഷയമാണ് ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും. ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്ത വിഷയമാണിത് എന്ന് ശൈഖുൽ ഇസ്ലാം ഏത് വിഷയം സംസാരിച്ചാലും തോന്നിപ്പോകുമെന്നാണ്. ശൈഖുൽ ഇസ്ലാം ഫിഖ് സംസാരിച്ചാൽ, കർമ്മശാസ്ത്രം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഒരു ഫഖീഹാണ്. ഹദീസിനെ കുറിച്ച് ശൈഖുൽ ഇസ്ലാമിന്റെ വാക്കുകൾ വായിച്ച് നമ്മൾ വിചാരിക്കും അദ്ദേഹം ഒരു മുഹദ്ദിസാണ്. അതുപോലെ മറ്റുള്ള പിഴച്ച കക്ഷികൾക്ക്, ജഹ്മിയ്യ, മുഅത്തില തുടങ്ങിയ കക്ഷികൾക്ക് അദ്ദേഹം എഴുതിയ മറുപടികൾ വായിച്ചാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഈ റുദൂദിൽ, ഈ പിഴച്ച കക്ഷികൾക്ക് മറുപടി എഴുതാൻ അതിൽ അദ്ദേഹം പ്രത്യേകം പഠിച്ചിട്ടുള്ള ആളാണ്. മറ്റുള്ള ദീനിന്റെ ആളുകൾക്ക് മറുപടി എഴുതിയിട്ടുണ്ട് ശൈഖുൽ ഇസ്ലാം. അൽ ജവാബു സഹീഹ് അലാ മൻ ബദ്ദല ദീൻ അൽ മസീഹ്. അൽ ജവാബു സഹീഹ് അലാ മൻ ബദ്ദല ദീൻ അൽ മസീഹ്. മസീഹിന്റെ ദീൻ മാറ്റിമറിച്ചവർക്കുള്ള ശരിയായ മറുപടി. ഇങ്ങനെ ശൈഖുൽ ഇസ്ലാം സൂഫികൾക്ക് മറുപടി പറഞ്ഞത് കാണാം. അതിൽ കാണാം അവരുടെ കിതാബുകളിൽ നിന്ന് ഉദ്ധരിച്ച് അവർക്ക് മറുപടി പറയുന്നത്. അതുപോലെ നസ്രാനികൾക്ക് മറുപടി പറഞ്ഞ കിതാബുകളിൽ ഇതൊക്കെ കണ്ടപ്പോൾ തോന്നും അദ്ദേഹം അതാണ് ഏറ്റവും നന്നായി പഠിച്ചിട്ടുള്ളത്. ഇത്രയും ഗാഠമായ വിജ്ഞാനമുള്ള അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ ഇൽം അത് ഗംഭീരമായ അറിവായിരുന്നുവെന്ന് സമ്മതിച്ചിട്ടുണ്ട് ശൈഖുൽ ഇസ്ലാമിന്റെ അറിവിനെ കുറിച്ച്. അങ്ങനെയുള്ള ശൈഖുൽ ഇസ്ലാം പോലും അവസാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഈ അറിവുമായി ബന്ധപ്പെട്ട എൻ്റെ പഠനവും ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി ഖുർആനിന്റെ കാര്യത്തിൽ, എല്ലാ സമയവും ഖുർആനിന്റെ കാര്യത്തിൽ തന്നെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, പഠിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇതേ കാര്യം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. യഥാർത്ഥത്തിൽ അവർ ധാരാളം സമയം ചെലവഴിച്ചത് ഇത് പഠിക്കാൻ തന്നെയാണ്. കാരണം ഖുർആന്റെ വിജ്ഞാനം എന്നാൽ വെറും ഖുർആൻ പാരായണം ചെയ്യലാണോ? അല്ല, അതിന്റെ വിശദീകരണം അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവിടുന്നാണ് ഏറ്റവും നന്നായി ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. സഹാബത്തിന്റെ വാക്കുകൾ, താബിഈകളുടെ വാക്കുകൾ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട തലമുറയോട് അടുത്ത് നിൽക്കുന്ന തലമുറയുടെ വിശദീകരണം, ഇതാണ് ഏറ്റവും ശരിയായ വിശദീകരണം. അതെല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളാണ്. ഇങ്ങനെ ഖുർആൻ പഠിക്കുക എന്നത് സഹോദരങ്ങളെ ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ സഹോദരങ്ങളെ, നാം ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഖുർആൻ തദബ്ബുർ ചെയ്യുകയാണ്, ഖുർആൻ ഉറ്റാലോചിക്കുകയാണ്, പഠിക്കുകയാണ് എന്ന് പേര് പറയുകയും എന്നിട്ട് ഖുർആനിന് സ്വന്തം വക മുൻഗാമികളാരും പഠിപ്പിക്കാത്ത, ദീനിന്റെ ഉസൂലുകളോട് യോജിക്കാത്ത പുത്തൻ വ്യാഖ്യാനങ്ങൾ, പിഴച്ചവാദങ്ങൾ, മോശമായ വിശദീകരണങ്ങൾ പറയുക എന്നത് ബലാലത്താണ്. അത് പിഴച്ചുപോകുന്ന കാര്യമാണ്. കാരണം അങ്ങനെ അള്ളാഹുവിന്റെ കലാം വ്യാഖ്യാനിച്ച ആളുകളാണ് എല്ലാ പിഴച്ച കക്ഷികളും. എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഖുർആനിന്റെ വിശദീകരണം അത് ഖുർആനിലുണ്ട്, പിന്നെ ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ വാക്കുകളിലുണ്ട്, താബിഈകളുടെ വാക്കുകളിലുണ്ട്. അവരുടെ വിശദീകരണമാണ് ഏറ്റവും ശരിയായ വിശദീകരണം. അവരുടെ വിശദീകരണമാണ് ഏറ്റവും ശരിയായ വിശദീകരണം. എന്നാൽ അതല്ലാതെ ശിർക്കിന് ഖുർആനിൽ നിന്ന് തെളിവ് പറയുന്ന ആളുകളുണ്ട്, അല്ലേ?
വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിന എന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഉസ്താദ് ആയത്തോതി എന്ന അഭിമാനത്തിൽ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചെന്തിനാ? അള്ളാഹിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പറയാൻ. ആ കിതാബിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവുദ്ധരിക്കുന്നവർ, പാമര ജനങ്ങളെ പറ്റിക്കാൻ അത് മതി. എന്നാൽ നോക്കൂ, ഈ ഖുർആൻ അതിലെങ്ങനെയാണ് ശിർക്ക് കടന്നു വരിക? മഅദല്ലാഹ്. ആ ആയത്ത് തന്നെ തൗഹീദിന്റെ ആയത്താണ്, ഓതിയ ആയത്ത് തന്നെ. വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത യുഅബദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച റസൂലുകളോട് ചോദിക്കൂ എന്നാണ് ആയത്ത്. അവിടെ വരെ മാത്രം ഓതും കേട്ടോ. പഴയ നബിമാരോട് ചോദിക്കൂ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? എന്താണ് ബാക്കി? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത യുഅബദൂൻ. റഹ്മാനായ അല്ലാഹുവിന് പുറമെ ആരാധിക്കാൻ മറ്റു വല്ല ഇലാഹുകളെയും നാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അത് തന്നെ വൈദി ഷേഖിനെ അമ്പിയ ഔലിയാക്കന്മാരെ വിളിച്ചു തേടാൻ പാടില്ല എന്നറിയിക്കുന്ന, അത് ശിർക്കാണ് എന്നറിയിക്കുന്ന, നബിമാർ മുഴുവൻ പഠിപ്പിച്ചതിനെതിരാണ് എന്നറിയിക്കുന്ന ആയത്താണ്. ചോദിക്കാന്ന് മാത്രം കിട്ടിയാൽ മതിയല്ലോ. അതെപ്പോ ചോദിക്കാനാണ്? അതിന് മുൻഗാമികൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്താണ് വിശദീകരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപിൽ അള്ളാഹു പഴയകാല നബിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ റൂഹുകളെ അവരുടെ ശരീരത്തിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അൽ മസ്ജിദുൽ അഖ്സായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നിൽ അവരെല്ലാം നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ മിഅ്റാജിന് പോകുമ്പോൾ ഓരോ ആകാശത്ത് നബിമാരിൽ പലരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ. അതുപോലെ മറ്റൊരു വിശദീകരണം, അവരുടെ ഉമ്മത്ത് ജീവിച്ചിരിപ്പുണ്ട്. യഹൂദികൾ, നസ്രാനികൾ യഥാർത്ഥത്തിൽ അവരുടെ നബിമാർ അവരോട് പറഞ്ഞതിൽ അള്ളാഹു അല്ലാത്തവരെ ഇലാഹായി സ്വീകരിക്കാനുണ്ടോ എന്നവരോട് ചോദിക്കൂ. ഇങ്ങനെ വിശദീകരണങ്ങളാണ് മുൻഗാമികളായത്തിന് നൽകിയിട്ടുള്ളത്. ഇനി ശരി, ഏറ്റവും വലിയ ചോദ്യം, ഈ ആയത്ത് ഏറ്റവും നന്നായി മനസ്സിലായത് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അവിടുന്ന് എപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ നമ്മെ പഠിപ്പിച്ചത്? സഹാബത്ത് അവരെപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടാൻ അല്ലെങ്കിൽ മുൻകാല നബിമാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത്? ചോദ്യങ്ങൾ ഉത്തരങ്ങളില്ലാതെ അവശേഷിക്കുന്നു. അപ്പൊ ഇത് നോക്കൂ, അള്ളാഹുവിന്റെ മുറാദിനെതിരായി അള്ളാഹു എന്താണോ ആയത്തിലൂടെ ഉദ്ദേശിച്ചത് അതിന് തീർത്തും വിരുദ്ധമായി ഖുർആനിൽ നിന്ന് തെളിവെടുക്കുക. ഇതാണ് പിഴച്ച കക്ഷികളുടെ സ്വഭാവം. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? ഖുർആനിന്റെ യഥാർത്ഥ വിശദീകരണം നാം മനസ്സിലാക്കുക. അത് സഹാബത്തും താബിഈങ്ങളും എല്ലാം പഠിപ്പിച്ച വിശദീകരണമാണ്. ഇതിനർത്ഥം എന്തല്ല? പുതിയൊരു വിജ്ഞാനത്തെക്കുറിച്ച് ഖുർആനിൽ സൂചന ഉണ്ടാവുകയില്ല എന്നല്ല, അങ്ങനെയല്ല. മറിച്ച് സൂചനയുണ്ട്, യാതൊരു സംശയവുമില്ല. അത് യഥാർത്ഥ അറിവാണോ, ഭൗതിക വിജ്ഞാനങ്ങളാകട്ടെ യഥാർത്ഥ വിജ്ഞാനമാണോ, യഥാർത്ഥ ശാസ്ത്രമാണോ, അത് ഖുർആനിന് അനുകൂലമായിട്ടല്ലാതെ വരികയില്ല. കാരണം ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഖുർആനിനെ തോൽപ്പിക്കാനോ അതിൽ അബദ്ധമുണ്ടെന്ന് സ്ഥാപിക്കാനോ ഒരൊറ്റ മതനിഷേധിക്കും യുക്തിവാദിക്കും സാധ്യവുമല്ല. അവരെല്ലാം ഇളിഭ്യരായി, പരാജിതരായി, നിന്ദരായി തിരിച്ചു പോവുക മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതും അങ്ങനെ മാത്രമേ ഇതിന് കാണുകയുമുള്ളൂ, അതിൽ സംശയമില്ല. അള്ളാഹു പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് അവരുറ്റാലോചിക്കുന്നില്ലേ, അതല്ല ഹൃദയങ്ങളിൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ കലാമിന് മുന്നിൽ തുറക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഖുർആൻ മനസ്സിലാക്കി തരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അള്ളാഹുവെ വ്യാഖ്യാനം, വിശദീകരണം നീ ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനോളം നല്ല മറ്റൊരു സമ്പത്തില്ല, അതിനോളം നല്ല ഒരു മുതൽ നമുക്ക് കിട്ടാനില്ല. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ അശ്ശൈത്താനു സവ്വല ലഹും വഅംലാ ലഹും. ഇന്നല്ലദീന ഇർതദ്ദു അലാ അദ്ബാരിഹിം, ഇന്നല്ലദീന ഇർതദ്ദു, ആരാണോ തിരിഞ്ഞുപോയത്, മുർത്തദ്ദുകളായി പോയത്, അലാ അദ്ബാരിഹിം, അവരുടെ പിൻഭാഗത്ത് കൂടി, അഥവാ ഈ ദീനിൽ വന്നതിന് ശേഷം തിരിച്ചുപോയത്,
ഇബ്ൻ കസീർ പറയുന്നു ഐ ഫാറഖുൽ ഈമാന വറജഉ ഇലൽ കുഫർ, ഈമാൻ ഉപേക്ഷിക്കുകയും കുഫറിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തത് ആരാണോ മിൻ ബഅദി മാ തബയ്യന ലഹും, അവർക്ക് വ്യക്തമായതിനു ശേഷം അൽ ഹുദ, സന്മാർഗം, വെളിച്ചം വ്യക്തമായതിനു ശേഷം. അങ്ങനെയുള്ളവർക്ക് സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ? അശ്ശൈത്താനു സവ്വല ലഹും, പിശാച് അവർക്ക് അവരുടെ കാര്യം അലങ്കാരമായി തോന്നിപ്പിക്കുകയാണ് ചെയ്തത്. സവ്വല ലഹും എന്ന് പറഞ്ഞാൽ സയ്യന ലഹും ദാലിക വഹസ്സന, അവർക്കത് നന്നായി തോന്നിപ്പിക്കുകയാണ് ചെയ്തത്. വഅംലാലഹും, പിശാച് അവരെ വഞ്ചിച്ചു കളയാണ് ചെയ്തത്. അംലാലഹും എന്ന് പറഞ്ഞാൽ ഗർറഹും വഖദഅഹും, പിശാച് അവരെ ചതിച്ചു, പിശാച് അവരെ വഞ്ചിച്ചു. സന്മാർഗം ഉപേക്ഷിച്ചു പോയപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞങ്ങൾ ഇപ്പോഴാണ് സന്മാർഗത്തിലായത് എന്ന്. അതാണ് വലിയ അപകടം. ഒരാൾ ബാത്തിലായ വഴിയിൽ കഴിയുക, എന്നിട്ട് അയാൾ വിചാരിക്കുക ഞാൻ സന്മാർഗത്തിലാണ് എന്ന്. അതാണ് വലിയ അപകടം. അതേസമയം താൻ സന്മാർഗത്തിലാണോ അല്ലേ എന്നറിയില്ല. അതുകൊണ്ട് സന്മാർഗം അന്വേഷിക്കുന്ന താലിബുൽ ഹക്ക് അന്വേഷിക്കുകയും എന്നെ ഹക്കിൽ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന്റെ അവസ്ഥ അത് കുറച്ചുകൂടി അപകടം കുറഞ്ഞതാണ്. കാരണം അവൻ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും തയ്യാറാകും. എന്നാൽ തന്റെ വഴിയാണ് ശരി എന്ന് വിചാരിച്ച് നടക്കുന്നവൻ ഹക്ക് സ്വീകരിക്കുകയില്ല. അതാണ് പറയുന്നത് ജഹൽ രണ്ട് നിലക്കുണ്ട്. അറിവില്ലായ്മ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ജഹലുൻ ബസീത്ത്, ബസീത്തായ ജഹൽ, അതായത് അതൊരറിവാണ് യഥാർത്ഥത്തിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, നിസ്ഫുൽ ഇൽമി ലാ അദ്രി, അറിവിന്റെ പകുതിയാണ് ലാ അദ്രി, അറിയില്ല എന്ന് പറയാന്നുള്ളത്. അതിന് യാതൊരു മടിയും ആരും കാണിക്കേണ്ടതില്ല. അതൊരറിവാണ്, അറിയില്ല എന്ന കാര്യം. എനിക്കറിയില്ല ഉള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റേതെന്താണ്? ജഹ്ലുൻ മുറക്കബ്, അവനറിയില്ല എന്നാൽ അവന്റെ വിചാരം അവൻ അറിയാതാണ്. അഥവാ അവൻ അറിയില്ല എന്ന കാര്യം കൂടി അവൻ അറിയില്ല. അത് അപകടമാണ്. അവൻ അറിയാത്ത കാര്യം ജനങ്ങളോട് പറഞ്ഞേക്കും. നോക്കൂ, ദുനിയാവിന്റെ ഒരു കാര്യം, നമ്മളൊരു വീടുണ്ടാക്കുക, നമ്മൾ ഒരാളുടെ ഒരു അഭിപ്രായം ചോദിച്ചു, അയാൾക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലായിരുന്നു. എന്നാലും തോന്നി എന്തെങ്കിലും വേണ്ടാത്ത അഭിപ്രായം നമ്മളോട് പറഞ്ഞു, നമ്മൾ അതിനനുസരിച്ച് പണിയെടുത്തു, ആകെ കുഴപ്പത്തിലായി. നമുക്ക് അയാളോട് എത്ര പ്രയാസം ഉണ്ടാവും. എന്തിനാണോ എന്നെ വേണ്ടാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമ്മൾ ചോദിക്കുകയില്ലേ? ശരി, ദുനിയാവിൽ ഏത് നഷ്ടവും അത് നികത്താൻ സാധിച്ചേക്കും. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചാൽ അതിന് നമുക്ക് നന്മകൾ രേഖപ്പെടുത്തപ്പെടും. അതിന് പകരമായി അള്ളാഹു അതിനേക്കാൾ ഖൈറായത് തന്നേക്കും. എന്നാൽ ദീനിൽ ഒരാൾ അപകടത്തിൽപ്പെടുക, ഹക്കാണെന്ന് പറഞ്ഞ് ബാത്തിൽ പറഞ്ഞു കൊടുക്കുക, ഖൈറാണെന്ന് പറഞ്ഞ് ഷർറിലേക്ക് നയിക്കുക എന്നത് എത്ര വലിയ തെറ്റാണ്. എത്രയോ ആളുകൾ ഇന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൽഇയാദു ബില്ലാഹ്. ഇപ്പൊ ജഹ്ലുൻ മുറക്കബ് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ഒരു കഥ ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കാണാം. ജഹ്ലുൻ മുറക്കബ് എന്താണെന്ന് വ്യക്തമാകാൻ വേണ്ടി ഒരാൾ വൈദ്യം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഡോക്ടറാകാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ തീരുമാനിച്ചു. അയാൾ എന്ത് ചെയ്തു? നാട്ടിലെ ഒരു വൈദ്യൻ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്, പണ്ട് കാലത്തെ നാടൻ ഡോക്ടർമാരുണ്ടാവല്ലോ, അവരെങ്ങനെയാണ് ചികിത്സിക്കുന്നത് എന്നറിയാൻ വേണ്ടി പോയി നോക്കി. ഇയാൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ഒരാളിരിക്കുന്നു, രോഗികൾ വരുന്നു, പരിശോധിക്കുന്നു, വായ തുറക്കാൻ പറയുന്നു, ശ്വാസം കഴിക്കാൻ പറയുന്നു. എന്നിട്ട് ഈ വൈദ്യൻ തന്റെ പെട്ടിയിൽ നിന്ന് പഴയ കാലത്തുള്ളതുപോലെ ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നു. രോഗികൾ തിരിച്ചു പോകും. ഇയാളിത് കണ്ടപ്പോൾ തോന്നി ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ അയാളും ചികിത്സിക്കാൻ തുടങ്ങിയെന്നാണ്. അയാളും ഒരു വൈദ്യനായിട്ടിരുന്നു. ആളുകൾ വന്നാൽ വായ ഉറക്കാൻ പറയും, ഒന്ന് ശ്വാസം വിടാൻ പറയും, എന്നിട്ട് പെട്ടിയിൽ നിന്ന് ഒരു മരുന്നെടുത്തിട്ട് കൊടുക്കും. അങ്ങനെ അയാളും ചികിത്സിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഏറെ വൈകാതെ ആ നാട്ടിലെ ഒരുപാട് ആളുകളെ അയാൾ ഈ ലോകത്തുനിന്ന് പറഞ്ഞയച്ചു. ഇയാളുടെ കാര്യം നാട്ടിൽ അറിയപ്പെട്ടു എന്നാണ്. അപ്പൊ അയാൾ കയറി സഞ്ചരിക്കുന്ന ഒരു കഴുത ഉണ്ടായിരുന്നു. കഴുതപ്പുറത്തായിരുന്നു
അദ്ദേഹത്തിന്റെ യാത്ര. അപ്പൊ നാട്ടിലെ ചെറുപ്പക്കാരോ ആ കഴുതയുടെ പുറത്തൊരു കവിത എഴുതി വെച്ചു എന്നാണ്. എന്താ കവിത എഴുതി വെച്ചത്? ലൗ അൻസഫ അദ്ദഹ്റു കുൻതു അർക്കബഹു ലിഅന്ന ജഹ്ലി ബസീതുൻ വസാഹിബി ജാഹിലും മുറക്കബു. നീതിയുടെ ഒരു കാലം വന്നിരുന്നുവെങ്കിൽ ഞാൻ ഇയാളുടെ പുറത്ത് കയറി സഞ്ചരിക്കുമായിരുന്നു. കാരണം ലിഅന്ന ജഹ്ലി ബസീതുൻ, എന്റെ ജഹല് ബസീത്തായ ജഹലാണ്, ലളിതമായ വിവരക്കേടാണ്. വസാഹിബി ജാഹിലും മുറക്കബു, എന്നാൽ എന്റെ പുറത്തുള്ള ആളോ മുറക്കബായ ജഹലാണ്. എന്റെ ജഹല് അറിയില്ലാനുള്ള കാര്യവും അവനറിയില്ല എന്ന്. ഇതാണ് വലിയ അപകടം ചെയ്യും മുറക്കബായ ജഹൽ ഉള്ള ആളുകൾ. സന്മാർഗത്തിലാണ് എന്ന് വിചാരിക്കുക, ശരിയായ വഴിയിലാണ് ഞാനുള്ളത് എന്ന് വിചാരിക്കുക, പക്ഷേ ബാത്തിലായ ദലാലത്തിൽ കഴിയേണ്ടി വരിക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരികയും എപ്പോഴും അവനിലേക്കുള്ള സവാഉസ് സബീൽ സറാത്തുൽ മുസ്തഖീം അതിൽ അള്ളാഹു നമ്മെ നിലനിർത്തുകയും അതിലായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അത് സഹോദരങ്ങളെ നാം അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട കാര്യമാണ്. തെളിവുകൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മൾ. ഒരു പുതിയ ഒരു കാര്യം കേട്ടു, അത് തൊണ്ട തൊടാതെ വിഴുങ്ങാതെ, അത് കണ്ണടച്ചനുസരിക്കാതെ അതിന്റെ തെളിവുകൾ എന്താണ്, ഇതിന്റെ തെളിവ് എന്താണ്, അള്ളാഹുവിന്റെ ആയത്തൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീഥൂടെ ഇത് മുൻഗാമികൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണോ? അഹ്ലുസുന്നത്തിന്റെ ഈ മൻഹജിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ, അറിയപ്പെട്ട ആളുകൾ, മുൻഗാമികൾ, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് ബിൻ അനസ് തുടങ്ങിയ മദ്ഹബിന്റെ മുൻഗാമികളായ പണ്ഡിതന്മാർ, ശേഷം വന്ന അഹ്ലുൽ ഹഖിന്റെ അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഉലമാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നു കസീർ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഇമാം ബിൻ ബാസ്, ഷെയ്ഖ് അൽ അൽബാനി, ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ്, ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ പല പണ്ഡിതന്മാരും, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ, അബ്ദുൽ അസീസ് അലി ഷെയ്ഖ് തുടങ്ങിയ മഹാന്മാരായ, ലോകം അവരുടെ സത്യസന്ധതയും അവരുടെ ഹക്കിലുള്ള സത്യമാർഗത്തിലുള്ള അവരുടെ ഉറച്ച കാൽവെപ്പും അവരുടെ അറിവിലുള്ള അവരുടെ അഗാധമായ അറിവുമെല്ലാം ലോക മുസ്ലിമീങ്ങളിലെ ഹക്കിന്റെയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആളുകൾ അംഗീകരിച്ചതാണ്. അതിലാർക്കും തർക്കമില്ല, എതിരഭിപ്രായമില്ല. അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വഴിയുണ്ടല്ലോ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും സഹാബത്തിന്റെയും മഹാന്മാരായ ഈ പറഞ്ഞ ഉലമാക്കളുടെയും എല്ലാം മാർഗം, അതെല്ലാം ഒന്നാണ്, പരസ്പര വിരുദ്ധമല്ല, പരസ്പരം എതിരല്ല. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. ആ ശരിയായ മാർഗത്തിലാണോ ഈ പറയുന്ന വാദം എന്ന് പഠിച്ചു നോക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും എല്ലാത്തിനും ഉപരിയായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവാണ് നേരായ ഫഹം, ശരിയായ രൂപത്തിൽ ദീൻ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകേണ്ടത് റബ്ബാണ്. റബ്ബ് ഒരുവനെ ഹിദായത്തിലാക്കാൻ തീരുമാനിച്ചാൽ അവനെ വഴിതെറ്റിക്കാൻ, അവന്റെ കാൽ തെന്നിച്ചു കളയാൻ ഒരാൾക്കും സാധ്യമല്ല. മയ്യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അള്ളാഹു ഒരുവനെ ദലാലത്തിലാക്കിയാൽ അവനെ ഹിദായത്തിലാക്കാനും ആരുമില്ല. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കാര്യം ശ്രദ്ധിക്കുകയും അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയിൽ നാം എത്ര മുന്നിലാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടേക്കാം. നാം മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, ഹറാം ഹലാലുകൾ, തിന്മയാണെന്ന് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിൽ നാം അള്ളാഹുവിനെ ധിക്കരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹിദായത്ത് തന്നെ നഷ്ടപ്പെടാൻ കാരണമായേക്കും. വൽഇയാദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം നാം മനസ്സിലാക്കിയ ഹക്ക് നാം ഉപേക്ഷിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. തെറ്റുകളും അബദ്ധങ്ങളും സംഭവിച്ചു പോയാൽ വേഗം തന്നെ തിരുത്തുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും എന്തെങ്കിലും ഖൈർ അതിനു പകരമായി അത് മാഞ്ഞുപോകാൻ വേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യുക. ഹിദായത്ത് നിലനിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പഠിക്കുന്നവരാവുക, മറിച്ച് കണ്ണുള്ളവരാവുക. അതല്ലാതെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വറാഅ കുല്ലി നാഇഖിൻ, ഏത് കുര കേട്ടാലും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ അവസ്ഥയിൽ, ഏത് കാറ്റിനും ആടിപ്പോകുന്ന ചാഞ്ചാടിപ്പോകുന്നവരുടെ അവസ്ഥയിൽ നമ്മൾ പെട്ടുകൂടാ. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ضل ഇദാ ഇഹ്തദൈതും. അല്ലാഹു പറയുകയാണ്, ഓ മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. ലാ യദുറുക്കും മൻ ضل ഇദാ ഇഹ്തദൈതും. നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ വഴികേടിലായവർ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. നീ സന്മാർഗത്തിലാണോ? നിന്റെ ജീവിതം, നിന്റെ ചലനവും, നീ മിണ്ടാതിരിക്കുന്നതും നിന്റെ സംസാരവും റബ്ബിനു വേണ്ടിയാണോ?
ജനങ്ങൾ എന്തായാലും നിനക്ക് അത് യാതൊരു കോട്ടവും ഒരളക്കവും തട്ടിക്കുകയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും, ദുനിയാവ് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ, ദുനിയാവ് അവിടെ തന്നെ ഉണ്ടാവുകയോ അല്ല നീങ്ങിപ്പോവുകയോ ചെയ്താലും ശരി, നീ അള്ളാഹുവിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, നിനക്ക് യാതൊരു ഇളക്കവും അതുകൊണ്ട് തട്ടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് കൊടുത്ത ഉപദേശം നോക്കൂ. ഇഹ്ഫദില്ലാഹ് യാ ഗുലാം യുഅല്ലിമുക കലിമാത്ത്. ഓ മോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫദില്ലാഹ് തജിദ്ഹു തുജാഹക്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, അള്ളാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം, മോനെ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത്. ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാലും അലാ അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് വല്ല ഉപകാരവും ചെയ്തു തരാൻ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അള്ളാഹു നിനക്ക് ലഭിക്കണം എന്ന് എഴുതി വെച്ച ഒരു ഉപകാരമല്ലാതെ അവർക്കാർക്കും നിനക്ക് ചെയ്തു തരാൻ സാധ്യമല്ല. വലൗ ഇജ്തമഉ, ഇനി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു, അവരെല്ലാം സംഘം ചേർന്നു, അലാ അൻ യദുറുക ബിശൈഇൻ, നിന്നെ ഉപദ്രവിക്കാൻ, നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ, ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, നിനക്ക് ഏൽക്കണമെന്ന് അള്ളാഹു എഴുതി വച്ച ഒരു ഉപദ്രവമല്ലാതെ നിന്നെ ഏൽപ്പിക്കാൻ അവർക്കാർക്കും സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്. പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അതേ സംഭവിക്കുകയുള്ളൂ. ചില റിവായത്തുകളിൽ കാണാം വഅലം, വഅലം മോനെ നീ അറിയുക, അന്നൽ ഫറജ മഅൽ കർബ്, ബുദ്ധിമുട്ടിന്റെ കൂടെയാണ് പോംവഴി ഉള്ളത്. വഅന്ന അൻ-നസ്റ മഅ അസ്-സബ്ർ, ക്ഷമയുടെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായം വരാനുള്ളത്. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. തഅറഫ് ഇലല്ലാഹി ഫിശ്ശിദ്ദ യഅരിഫ്ക ഫിർ-റഖാ, തഅറഫ് ഇലല്ലാഹി ഫിർ-റഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. നിനക്ക് സുഖമുള്ള സമയത്ത് നീ നിന്റെ സാന്നിധ്യം അള്ളാഹുവിനെ അറിയിക്കുക. അഥവാ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാത്ത സന്തോഷമുള്ള സമയത്ത് നീ പ്രാർത്ഥനയും ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക. എങ്കിൽ യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, കടുപ്പത്തിന്റെ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അള്ളാഹു നിന്നെ കൈവിടുകയില്ല. നിന്നെ അള്ളാഹു അറിയും, അള്ളാഹു നിന്നെ സഹായിക്കും. ഇബ്നു അബ്ബാസിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ യാ ഗുലാം, മോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത മഹത്തായ ഉപദേശമാണിത്. അത് സഹോദരങ്ങളെ നാം മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു എല്ലാ നിലക്കും നമ്മെ സഹായിക്കും. ഏറ്റവും വലിയ സഹായം നമുക്ക് വേണ്ടത് നമ്മുടെ ഹിദായത്തിന്റെ കാര്യത്തിലാണ്, നമ്മുടെ സന്മാർഗത്തിന്റെ കാര്യത്തിൽ. അള്ളാഹു ഇതാ പിഴച്ച ആളുകളെ കുറിച്ച് പറയുന്നു. പിശാച് അവരെ വഴിതെറ്റിക്കുകയും അവർക്ക് തിന്മ നന്മയാക്കി അലങ്കരിച്ച് തോന്നിച്ചു കൊടുക്കുകയും അതുപോലെ അവരെ വഞ്ചിക്കുകയും ചെയ്തിരിക്കുന്നു. ശൈത്താന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നന്മ ചെയ്യാൻ മടുപ്പുണ്ടാക്കുക, തിന്മക്ക് വേറെ പേരിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു തരിക. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അള്ളാഹു വിലക്കിയ മരത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അല ഷജറത്തുൽ ഖുൽദ്, അള്ളാഹു വിലക്കിയ മരമാണ്. ശൈത്താൻ അതിന് പേരിട്ട് നോക്കൂ, ഷജറത്തുൽ ഖുൽദ്, ശാശ്വത ജീവിതത്തിന്റെ മരമാണത്. അത് കഴിച്ച കൂടെ ശാശ്വതരായി കഴിയാം. വമുൽക്കില്ല യബ്ല, ഒരിക്കലും തീർന്നു പോകാത്ത അധികാരം, അത് കാണിച്ചു തരട്ടെ. വേറെ ഒരായത്തിൽ കാണാം അള്ളാഹു നിങ്ങളോട് വിലക്കിയത് എന്തിനാണ്? ഇല്ല അൻ തകൂന മലക്കൈനി, നിങ്ങൾ രണ്ട് മലക്കുകളായി പോകാതിരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ശാശ്വതരായി പോകാതിരിക്കാനാണ്. ഇങ്ങനെ പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പന മറപ്പിച്ചു കളഞ്ഞു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് കഴിച്ചുപോയി. ഇതാണ് പിശാചിന്റെ കുതന്ത്രത്തിന്റെ രീതി. തിന്മകൾക്ക് വേറെ പേരിടുക, നന്മകളോട് മടുപ്പുണ്ടാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر والله يعلم أسرارهم. അവർക്കിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ذلك بأنهم അവർ قالوا അവർ പറഞ്ഞു للذين كرهوا ما نزل الله, അള്ളാഹു
അവതരിപ്പിച്ചതിനെ വെറുക്കുന്നവരാരോ അവരോട് ഇവർ പറഞ്ഞു, സനുതീഉകും ഫി ബഅദിൽ അംർ, ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം. വല്ലാഹു യഅലമു അസ്റാറഹും വല്ലാഹു യഅലമു ഇസ്റാറഹും, അവർ രഹസ്യമാക്കുന്നതെന്തോ അത് അള്ളാഹു അറിയുന്നു. അതായത് ഇവർ ദീനിൽ നിന്ന് തെറിച്ചുപോയത്, ദീനിൽ നിന്ന് വന്ന് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മടങ്ങിപ്പോയവർ. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ മുനാഫിഖൂനിൽ തന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ദാലിക ബിഅന്നഹും ആമനു സുമ്മ കഫറു ഫതുബിഅ അലാ ഖുലൂബിഹിം, അവർ വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അവിശ്വാസം പുറത്ത് കാണിച്ചില്ല, അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു. ഇവർ എന്തു ചെയ്തു? അള്ളാഹു അവതരിപ്പിച്ചതിനെ വെറുക്കുന്നവരോട് അഥവാ യഥാർത്ഥ കാഫിറുകളോട് പറഞ്ഞു, സനുതീഉകും ഫി ബഅദിൽ അംർ, ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങളനുസരിക്കാം. വല്ലാഹു യഅലമു ഇസ്റാറഹും, അവർ രഹസ്യമാക്കുന്നതെന്തോ അത് അള്ളാഹു അറിയുന്നു. അതുകൊണ്ടാണ് റബ്ബ് മുനാഫിഖുകളെ വിശേഷിപ്പിച്ചത് ലാ ഇലാഹ ഉല വലാ ഇലാഹ ഉല, ഈ കൂട്ടരുടെ കൂടെയുമില്ല ഈ കൂട്ടരുടെ ഒപ്പവുമില്ല. പുറമേക്ക് മുസ്ലിമീങ്ങളോടൊപ്പമാണ്, എന്നാൽ ഉള്ളിൽ മുശ്രിക്കുകളോടൊപ്പമാണ്. അപ്പൊ എല്ലാ നിലക്കും ഒരു കൂട്ടരുടെ ഒപ്പവും നിൽക്കുന്നില്ല. മുദബ്ദബീന ബൈന ദാലിക, രണ്ടിനുമിടയിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളവർ അവരെന്ത് ചെയ്തു? ഇബ്നു കസീർ പറയുകയാണ്, മാലഊഹും വനാസഹൂഹും ഫിൽ ബാത്തിനി അലൽ ബാത്തിൽ, ഉള്ളിൽ ഈ ബാത്തിലിനോട് തെറ്റായ കാര്യത്തോട് ചായ്വ് കാണിച്ചു, അഥവാ കുഫറിനോട്, അവിശ്വാസത്തോട്, നിഷേധത്തോട് അവർ ചായ്വ് കാണിച്ചു. വഹാദ ശഅനുൽ മുനാഫിഖീൻ, ഇതാണ് മുനാഫിഖുകളുടെ സ്വഭാവം. യുദ്ഹിറൂന ഖിലാഫ മാ യുബ്തിനൂൻ, ഉള്ളിൽ എന്താണ് ഒളിപ്പിച്ചിട്ടുള്ളത് അതിന് എതിരായ കാര്യമാണ് പുറത്ത് പ്രകടിപ്പിക്കുക. അള്ളാഹു പറയുന്നു, വല്ലാഹു യഅലമു ഇസ്റാറഹും, അവരുടെ രഹസ്യങ്ങൾ അള്ളാഹു അറിയുന്നു. അവർ രഹസ്യമാക്കുന്നത് എന്തോ അത് അള്ളാഹു അറിയുന്നു. ഇത് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. നമ്മുടെ രഹസ്യമാക്കുന്നതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമല്ല. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും, 3 പേർ രഹസ്യമായി സംഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ 4-മനായി അള്ളാഹു ഉണ്ട് അവരുടെ കൂടെ. 5 പേർ രഹസ്യമായി സംസാരിക്കുന്നുവെങ്കിൽ 6-മനായി അള്ളാഹു അവരുടെ കൂടെ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. ഫകൈഫ ഇദാ തവഫത്ഹുമുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. അള്ളാഹുവിന്റെ ചോദ്യം നോക്കൂ, ഫകൈഫ, അപ്പോൾ എങ്ങനെ ഉണ്ടാകും? ഇദാ തവഫത്ഹും, അവരെ മരിപ്പിക്കുന്ന സന്ദർഭം, അവരുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന സന്ദർഭം. അൽ മലായികതു, മലക്കുകൾ. യദ്രിബൂൻ, ആ മലക്കുകൾ അടിക്കുന്നു. വുജൂഹഹും, അവരുടെ മുഖങ്ങളിൽ അടിക്കുന്നു. വഅദ്ബാറഹും, അവരുടെ പിൻഭാഗത്തും മലക്കുകൾ അടിക്കുന്നു. ഇങ്ങനെയാണ് മോശക്കാരായ ആളുകളുടെ മരണം. മലക്കുകൾ എന്താണ് ചെയ്യുക? അവരെ അടിക്കും. നോക്കൂ, അള്ളാഹു ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞത് കാണാം. സൂറത്തുൽ അംഫാലിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഖത്തടിക്കുമെന്ന്. ഒരാളുടെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാൾ അങ്ങേയറ്റം അപമാനിക്കലാണ്. മുഖത്തടിക്കുക എന്നത് അപമാനിക്കലാണ്. നമ്മൾ കുട്ടികളെയോ അല്ലെങ്കിൽ നമുക്ക് കീഴിൽ കഴിയുന്ന, നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവരെയോ അടിക്കുമ്പോൾ മുഖത്തടിക്കാൻ പാടില്ല എന്നത് നിയമമാണ്. കാരണം ആരെ അപമാനിക്കുക, കുട്ടികളെ അടിക്കുമ്പോൾ പോലും നമ്മൾ ദേഷ്യം തീർക്കാനല്ല അടിക്കേണ്ടത്, അവരപമാനിക്കാനല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് അടിക്കേണ്ടത്. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് അവരെ ഈ ഖൈർ പഠിപ്പിക്കാൻ, തിന്മ നിന്ന് വിലക്കുവാനാണ് അടിക്കേണ്ടത്. അതുകൊണ്ട് ആ അടി എന്താകാൻ പാടില്ല? മുബർരിഹാകാൻ പാടില്ല, മുഹീനുമാകാൻ പാടില്ല. എന്താ മുബർരിഹ് എന്ന് പറഞ്ഞാൽ? പരിക്ക് പറ്റുന്ന അടിയാകാൻ പാടില്ല, പരിക്ക് പറ്റാൻ പാടില്ല, കയ്യോ കാലോ ഒടിഞ്ഞു പോവുക, അതിൽ മുറിവ് സംഭവിക്കുക പാടില്ല. അതുപോലെ മുഹീനായ അടി പാടില്ല, അപമാനിക്കുന്ന അടി പാടില്ല, അപമാനിക്കുന്ന അടി പാടില്ല. മുഖത്തടിക്കുക എന്നുള്ളത് ഒരാൾ അങ്ങേയറ്റം അപമാനിക്കലാണ്. എന്നു മാത്രമല്ല, ഒരാളുടെ ഇന്ദ്രിയങ്ങളിൽ, പഞ്ചേന്ദ്രിയങ്ങളിൽ ഭൂരിപക്ഷവും നിലകൊള്ളുന്നത് അയാളുടെ മുഖത്താണ്. കാഴ്ച, അതാണ് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട അവയവം, അത് മുഖത്താണ്. അതിന്റെ അവയവങ്ങൾ മുഖത്താണ്. കണ്ണ്, അതുപോലെ വാസനിക്കാനുള്ള ഇന്ദ്രിയം മൂക്ക്, അത് മുഖത്താണ്. രുചിക്കാനുള്ള ഇന്ദ്രിയം നാവ് മുഖത്താണ്. ചെവിയും അതിനോടടുത്തിട്ടാണ് കേൾക്കാനുള്ളത്. 4 മുഖത്താണ്. അതുപോലെ 5-മത്തേത് തൊലിയാണ്, സ്പർശിച്ചിട്ട് അറിയാനുള്ള ഇന്ദ്രിയം.
നോക്കൂ, അപ്പോൾ അതിലധികവും മുഖത്താണുള്ളത്. എന്നു മാത്രമല്ല, ഒരാളുടെ ഏറ്റവും ആദ്യം പ്രകടമാകുന്ന ഭാഗം മുഖമാണ്. അയാളെ തിരിച്ചറിയാൻ ആളുകൾ നോക്കുന്നത് മുഖത്തേക്കാണ്. അവിടെ പരിക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന് അയാൾക്ക് സംഭവിക്കുന്ന വലിയ പ്രയാസമാണ്. മുഖത്തടിക്കാൻ പാടില്ല ഒരാളുടെയും. യുദ്ധമുഖത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊല്ലപ്പെട്ടവരെ അവരെ തംസീൽ ചെയ്യുക, മുഖം വികൃതമാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിൽ വിലക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. നോക്കണം. അപ്പോൾ അത് ഒരാൾ അങ്ങേറ്റം അപമാനിക്കലാണ്. മലക്കുകൾ മോശക്കാരായ ആളുകളെ മരിപ്പിക്കുമ്പോൾ മുഖത്താണ് അടിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പുറത്തടിക്കുന്നു, മുഖത്തടിക്കുന്നു, അവരെ അപമാനിക്കുന്നു. അള്ളാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞതുപോലെ മലക്കുകൾ അവരോട് പറയും, അഖ്രിജു അൻഫുസകും, പുറത്തെടുക്കൂ നിങ്ങളുടെ ആത്മാവ്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്ന് നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞതിനാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ അഹങ്കരിച്ച് നിങ്ങൾ നിഷേധിച്ചതിനാൽ എന്ന് പറഞ്ഞ മലക്കുകൾ മരണവേളയിൽ തന്നെ അവരപമാനിക്കും. അതോടുകൂടി അവരുടെ ശിക്ഷ അതിന് തുടക്കമാകും. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല മരണം അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.